ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ് ഇന്ന് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങളുടെ പരദേവതയായിട്ടുള്ള ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമാവുന്ന ദിവസമാണ് ഇന്ന്. ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവിൻ്റെ സ്തുതിയിൽ പറയണു, സൃഷ്ടിസ്ഥിതി പ്രളയ സാധന ശക്തിരേഖ ഛായേവയസ്യ ഭുവനാനി ബിഭർത്തി ദുർഗാ ഇച്ഛാനുരൂപമപി യസ്യ ച ചേഷ്ടതേ സാ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്ന് ബ്രഹ്മാവ് തൻ്റെ സ്തുതിയിൽ ഭഗവാനെ ഗോവിന്ദനെ സ്തുതിക്കണു. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ദുർഗ ദേവിയാണ്. അപ്പോൾ ആ ദേവിയുടെ ഉപാസനയിൽ കൂടെ നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനിലേക്കാണ്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നതാണ്. ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ദേവിയെ ഉപാസന ചെയ്യേണ്ടത് എന്നത്. ഗോപികമാർ വൃന്ദാവനത്തിലെ കാളിന്തി തീരത്തിൽ അതിലത്തെ ആ കാളിന്തി തീരത്തെ മണൽ കൊണ്ട് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി. എന്നിട്ട് അവരതിൽ ദേവിയുടെ ആ ചൈതന്യത്തിനെ ആവാഹിച്ചു. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ. കാത്യായനി ദേവിയോട് പ്രാർത്ഥിക്കുന്നു, നന്ദഗോപരുടെ ഉണ്ണി ഞങ്ങൾക്ക് പ്രാണപ്രിയനായിട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഗോപികമാർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ ഏകാന്തവല്ലഭം എന്നാണ് പറയുന്നത്. ഏകാന്തമായിട്ട് ഓരോ ഗോപിക്കും ഓരോ ശ്രീകൃഷ്ണ ഭഗവാനെ കിട്ടി. അതിനനുസരിച്ചാണ് രാസലീലയിൽ ഭഗവാൻ ഗോപികമാരെ അനുഗ്രഹിച്ചത് എന്നാണ്. അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവത്തിൽ മറ്റൊരു പ്രാർത്ഥന കാണാൻ സാധിക്കുന്നു. രുക്മിണി ദേവിയുടെ ആ കാര്യത്തിലാണ് കാണാൻ സാധിക്കുക. രുക്മിണി ദേവിയുടെ ജ്യേഷ്ഠന്മാർ 5 പേര്. ഈ 5 പേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നത് അവരുടെ സുഹൃത്തായിട്ടുള്ള ശിശുപാലന് ഈ രുക്മിണി ദേവി വിവാഹം കഴിച്ചു കൊടുക്കണം എന്നായിരുന്നു. എന്നാൽ ആ ഗൃഹത്തിൽ വരുന്ന കൊട്ടാരത്തിൽ വന്നിട്ടുള്ള മഹർഷിമാർ പറയുന്നത് കേട്ട് രുക്മിണി ദേവി കൊച്ചു രുക്മിണി ആഗ്രഹിച്ചു ദ്വാരകാനാഥനെ തന്നെ ഭർത്താവായിട്ട് ലഭിക്കണം എന്നുള്ളത്. ആ കുഞ്ഞു പ്രായം മുതൽക്ക് തന്നെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. നമസ്തേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. ആ അംബികയോട് ദേവിയോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഹര കുടുംബിനി മുരവൈരീയൻ്റെ പതിയായി തീരാൻ വരമരുളു നീ. ആ ദേവിയോട് പ്രാർത്ഥിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഭർത്താവായിട്ട് വരാൻ അനുഗ്രഹിക്കണേ എന്നുള്ളത്. അതിനനുസരിച്ച് എന്ത് വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിലും മാറ്റി തീർക്കാൻ ദേവിക്ക് സാധിക്കും. ദേവിയുടെ ജഗദംബികയുടെ തൊട്ടടുത്തായിട്ടാണ് സൗന്ദര്യത്തിൻ്റെ മൂർത്തിമൽ ഭാവമായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി എഴുന്നള്ളി നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടതുവശത്തായിട്ട് സാക്ഷാൽ ഉണ്ണി ഗണപതി വിജയത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് സാന്നിധ്യം ചെയ്യുന്നു. അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഭഗവാനെ പൂർണ്ണമായിട്ടും ആ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും, ഭഗവാൻ സ്വാധീനമായി മാറും എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പരദേവതയാണ് ദേവി ഭദ്രകാളി. ദേവി കൃഷ്ണകാളി എന്ന് പറയും, ഭദ്രകാളി എന്ന് പറയും. ആ ജഗദംബിക ആ ദേവിയോട് ഒരേയൊരു ഗുരുനാഥന്മാർ പറഞ്ഞു തന്നതാണ്, ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. ദേവിയെ സേവിക്കാം വളരെ ആത്മാർത്ഥമായിട്ട്. അതിന് ഒരു ഉദ്ദേശം ഉണ്ടാവണം, ഭാഗവതം വായിക്കാറാവണം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ ദേവിയോട് പ്രാർത്ഥിക്കണം എന്ന് ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് എത്രയോ വർഷം ദേവിയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം സ്വാധീനമായിട്ട് മാറി. അപ്പോൾ ആ ഒരു
ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വിശേഷപ്പെട്ട പൂജ, ദേവിയുടെ പ്രതിഷ്ഠാ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ആ ദിവസം ചെയ്യുന്ന പ്രത്യേക തരം പൂജകളാണ് നമ്മൾക്കിവിടെ ഇന്ന് കാണാൻ സാധിക്കുക. അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് തന്നെ ഒരു 22 വർഷങ്ങൾക്ക് മുമ്പേ വൃന്ദാവനത്തിൽ സപ്താഹത്തിന് പോയി. അവിടുന്ന് എന്തോ ഒരു ഭാഗ്യം, അവിടെ ഗോകുലത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു സപ്താഹത്തിന് പോവാൻ നേതൃത്വം വഹിക്കാൻ സാധിച്ചു സ്റ്റുഡൻസിനോട് കൂടിയിട്ട്. ആ സമയത്ത് പിന്നീട് 2 തവണയും കൂടിയും ഭാഗവത സപ്താഹമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ 3ാമത്തെ തവണ അവിടെ ചെന്ന സമയത്താണ് അവിടെ വെച്ചിട്ട് വിശേഷപ്പെട്ട വിഗ്രഹം, അതായത് മാർബിളിൽ തീർത്തിട്ടുള്ള, കറുത്ത മാർബിളിൽ തീർത്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ മുട്ടുകുത്തി നിൽക്കുന്ന ലഡ്ഡുഗോപാൽ എന്ന് പറയും ആ വിഗ്രഹത്തിന് ലഭിച്ചു. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വാസ്തവത്തിൽ എന്താ ഉണ്ടായത്? വൃന്ദാവനത്തിൽ പോകാൻ സാധിച്ചു, വൃന്ദാവനമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം സൃഷ്ടിക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, ഭഗവാൻ ഞങ്ങളുടെ കൂടെ വൃന്ദാവനത്തു നിന്ന് വന്നു. ഇന്ന് ആ ഭഗവാനെ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ താഴെ അമ്മയെ സേവിച്ചു കൊണ്ടിരിക്കുന്നു, ജഗദംബികയെ സേവിച്ചു കൊണ്ടിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ സാക്ഷാൽ ഭഗവാൻ ലഡ്ഡുഗോപാൽ, രാധാകൃഷ്ണന്മാർ, ശ്രീ ഗുരുവായൂരപ്പൻ, ഗൗരനിതായി, ഗുരു പരമ്പര ഇതെല്ലാം സേവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ആർക്കാണ്? വാസ്തവത്തിൽ ഗുരുവായൂരത്തെ എൻ്റെ ഗുരുനാഥന്, അതേപോലെ ചില പ്രഭുപാദരുടെ പരമ്പരയിൽ വന്നിട്ടുള്ള അവിടുത്തെ നേരിട്ടുള്ള ശിഷ്യനായിട്ടുള്ള വേദവ്യാസപ്രിയ മഹാരാജൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ രാവിലെ ദേവിയുടെ പൂജ, അവിടെ ദേവിയുടെ മുമ്പിലുള്ള അഷ്ടപതി, പിന്നെ ദേവിയുടെ മുമ്പിലുള്ള വിശേഷപ്പെട്ട പൂജ, ആ ദേവിയുടെ അലങ്കാരങ്ങളൊക്കെയാണ് നമ്മൾക്ക് ആദ്യം കാണാനായിട്ട് സാധിക്കുക. ഇവിടെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ സേവ ചെയ്യുന്ന ആ വാദ്യ കലാകാരന്മാർ തന്നെയാണ് ഇവിടെ ഈ സേവയ്ക്കായിട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട്, അടിയന്തരം എന്ന് പറയും, അങ്ങനെയുള്ളവരാണ് ഇവിടെ ഈ സേവയ്ക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട്. പിന്നെ മുകളിലത്തെ ആ മുറിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അനുഗ്രഹമുള്ള സ്ഥലമാണ്. ശ്രീമദ് ഭാഗവതം വർഷങ്ങളായിട്ട് അധ്യയനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഭഗവാൻ അലങ്കരിച്ച ഭഗവാന്റെ രൂപത്തിൻ്റെ മുമ്പിൽ അഷ്ടപതി പാടുന്നു. അതെല്ലാം നമ്മൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാവരും, കാണുന്നവരെല്ലാവരും നമ്മളോട് സഹകരിക്കുക. ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ, രാധാറാണിയുടെ അനുഗ്രഹവിശേഷം നമ്മൾക്ക് ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ദൗത്യത്തിന് എല്ലാവരും സഹകരിച്ച് അതിൽ ഭാഗഭാക്കാവുക. സബ്സ്ക്രൈബ് ചെയ്യുക, അറിയുന്നവർക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഓരോ ദിവസവും നമ്മൾക്ക് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട്, ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിലും പങ്കെടുക്കാൻ എല്ലാവർക്കും ഉത്സാഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ദിവ്യമായിട്ടുള്ള ആശയങ്ങൾ, അതിൻ്റെ ചൈതന്യം ലോകം മുഴുവൻ എത്തിച്ചേരും. അതിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ പാദത്തിൽ, ഗുരുനാഥന്മാരുടെ പാദത്തിൽ നമസ്കരിക്കുന്നു. നല്ലതായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് മുഴുവൻ ഭഗവാന്റെയും ഗുരുനാഥന്മാരുടെയും അനുഗ്രഹവിശേഷം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.
चंद्रबिंबाने भावे चंद्रिका मनस्मितने चंद्रबिंब